ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദര. എന്റെ മലപ്പുറത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്താ അറിയോ? മലപ്പുറത്തെ അനുഭവം പറയുന്നത് കണ്ണൂരിലാവണ്ട എന്ന് കരുതിയാണ്. കണ്ണൂരിലേത്തേത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒക്കെ അനുഭവത്തിലാകും അതുണ്ടാവുക. അതുകൊണ്ട് മലപ്പുറമാണല്ലോ സൗകര്യം. ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തിരുന്നാൽ 1.5 ലക്ഷമായിരുന്നു ശമ്പളം. കേൾക്കണേ നിങ്ങൾ, വരൂ നിങ്ങൾ എന്റെ കൂടെ ചൊവ്വാഴ്ച വന്നാൽ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ചൊവ്വാഴ്ച എന്റെ കൂടെ വന്നാൽ 1.5 ലക്ഷം ഉറുപ്പിക ശമ്പളം വാങ്ങിയ ചെറുപ്പക്കാരൻ 32 വയസ്സാ ഉള്ളത്. കമ്പനിക്ക് അയാളെ വല്ലാതെ ആവശ്യമുണ്ടായിരുന്നു. കമ്പനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരുന്നു. ചിന്തിക്കണേ നിങ്ങൾ, ഈ ചെറുപ്പക്കാരന്റെ 2 കിഡ്നിയും ഫെയിലായപ്പോ ചികിത്സിക്കാനുള്ള പൈസ കമ്പറ്റു. പക്ഷേ പെട്ടെന്നാണ് അവന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. കാഴ്ച പോയപ്പോ പിന്നെ കമ്പനി പറഞ്ഞു, കാഴ്ച ഇല്ലാത്തവന് ജോലിയെടുക്കാൻ കഴിയില്ലല്ലോ. അവന്റെ പാസ്പോർട്ടിൽ ക്യാൻസർ അടിച്ചെന്റെ സഹോദര, ആനുകൂല്യം പോലും കൊടുക്കാതെ നാട്ടിലേക്ക് കയറ്റിവിട്ടു. ചിന്തിക്കണേ നിങ്ങൾ വരൂ എന്റെ കൂടെ ചൊവ്വാഴ്ച, കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ആ സഹോദരൻ കരഞ്ഞു കണ്ണുനീർ തീർക്കുകയാണ് എന്റെ സഹോദര. എന്തേ? ആ വീട്ടുകാർ പറയുകയാണ്, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുമത്രേ. തഹജ്ജുദിന്റെ സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ചുമര് തപ്പി പിടിച്ചുകൊണ്ട് പോകും ബാത്റൂമിലേക്ക്. ചിന്തിക്കണം നിങ്ങൾ, ചുമര് തപ്പിപ്പിടിച്ചു പോകും ബാത്റൂമിലേക്ക്. എന്നിട്ട് വുളൂ ചെയ്ത് വന്ന് കട്ടിലിന്റെ കാല് പിടിച്ച് ഖിബലയുടെ ദിശ മനസ്സിലാക്കും. എന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് 2 കൈയും ഇങ്ങനെ പൊക്കിപ്പിടിച്ചു വിതുമ്പി അവൻ എന്നും കരയും. വീട്ടുകാർ പറയുകയാണ്, അവന്റെ കരച്ചിൽ കേട്ടുകൂടാ. എന്താ പറയുന്നത്? അല്ലാഹുവേ, 32 വയസ്സുവരെ നിനക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് തന്നു തമ്പുരാനെ. റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഇന്ന് വരെ നിന്റെ പരിശുദ്ധ ഖുർആനും എടുത്തിട്ട് ഒരു വട്ടം ഖത്തം തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തമ്പുരാനെ. ഈ കണ്ണുകൊണ്ട് ഞാൻ എത്രയോ സിനിമ കണ്ടു, ഞാൻ എത്രയോ സീരിയൽ കണ്ടു. ഇത്ര പെട്ടെന്ന് എന്റെ കണ്ണിന്റെ കാഴ്ച പോകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തമ്പുരാനെ, എന്റെ കണ്ണിനൊരു ചെറിയ വെളിച്ചം വഹിക്കുന്നതിന് മുമ്പ് ഒരു തവണ ഖുർആനൊന്ന് ഓതി തീർക്കുവാനാണ്. നഷ്ടപ്പെട്ട കാഴ്ച അവിടെ നിന്ന് തിരിച്ചു കിട്ടാൻ എന്റെ സഹോദര, പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കൊടുക്കും. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കത്തേക്കാൾ നല്ലതെന്ന് ഇന്ന് പള്ളിയിൽ നിന്ന് വിളിയാളം കേൾക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമത്രേ. എന്നിട്ട് പറയുമത്രേ, റബ്ബേ, എനിക്ക് ആരോഗ്യമുള്ള സമയമുണ്ടായിരുന്നു. ഞാൻ കമ്പനിയിൽ ജോലിക്ക് പോവാൻ 8:30 പോകാൻ 7:00 ഞാൻ ടൈം പീസ് തിരിച്ചു വച്ചു. സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയം ഒരു ദിവസമെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി സുബഹി നിസ്കരിക്കാൻ ഞാൻ എന്റെ മൊബൈൽ തിരിച്ചു വച്ചിട്ടില്ല. വേൾഡ് കപ്പ് നടക്കുന്ന സമയം, വേൾഡ് കപ്പ് കളി കാണാനായി, തായ്ലൻഡിന്റെ കളി കാണാൻ, അതേപോലെ ലോകത്തെ വൻകിട രാജ്യങ്ങളുടെ കളി കാണാനായി, മഞ്ഞപ്പടയുടെ കളി കാണാനായി, നീലപ്പടയുടെ കളി കാണാനായി, ഫ്രാൻസിന്റെ കളി കാണാനായി, റൊണാൾഡോയുടെ കാലിലൂടെ ഉരുളുന്ന പന്ത് കാണാൻ 2.5 മണിക്ക് ഞാൻ ടൈം പീസ് തിരിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും സുബഹി എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, ചെറിയൊരു കാഴ്ചതാ കണ്ണിന്. പടച്ചോനെ, വേറൊരാഗ്രഹവും ഇനിയില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ജമാഅത്തിന് പള്ളിയിൽ പോകാനാണ്. എവിടുന്ന് കിട്ടാൻ എന്റെ ചെറുപ്പക്കാരാ കാഴ്ച? നഷ്ടപ്പെട്ടു പോയ കാഴ്ച എവിടുന്ന് കിട്ടാനാ? അതുകൊണ്ട് നിധിയാണേ ഇത്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിധിയാണേ ഇത്. നിങ്ങൾക്ക് റബ്ബ് നൽകിയ ഈ സമയം പോയാൽ തിരിച്ചു കിട്ടില്ല. റബ്ബിന് മാത്രമേ